ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പാർലമെന്റിൽ സംസാരിക്കാനുള്ള തന്റെ അവകാശം നിഷേധിക്കപ്പെടുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. എന്നാൽ സർക്കാർ പക്ഷത്തുള്ളവർക്ക് പ്രസ്താവനകൾ നടത്താൻ അനുമതി ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു. പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ തുടർന്ന് സഭ രണ്ടാമതും നിർത്തിവെച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ തിങ്കളാഴ്ച ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. പ്രതിരോധ മന്ത്രിയെയും BJP അംഗങ്ങളെയും സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ അനുവദിക്കുന്നില്ലെന്ന് എന്നതാണ് പ്രശ്നം. ഞാൻ പ്രതിപക്ഷ നേതാവാണ്. സഭയിൽ സംസാരിക്കുക എന്നത് എന്റെ അവകാശമാണെന്നും അവർ എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരു നിമിഷത്തിനുള്ളിൽ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. പാർലമെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. ഈ വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയ് നോട്ടീസ് നൽകിയിരുന്നു. പ്രധാന വിഷയങ്ങളിൽ ചർച്ച ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. ബീഹാർ വോട്ടർ പട്ടിക വിവാദവും ഉന്നയിക്കുമെന്ന് പാർലമെന്റ് സമ്മേളനം പ്രഹസനമാക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ ശൈലിയെന്നും അദ്ദേഹം പറഞ്ഞു. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും ഉന്നയിക്കാൻ അംഗങ്ങളെ അനുവദിക്കാമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞിരുന്നു. സഭാ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ എന്ന മുദ്രാവാക്യം വിളിക്കാനും പ്ലക്കാർഡുകൾ ഉയർത്താനും അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.